ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണിത്. സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് യോക്ക് പോർഷനാണ് അതിൻ്റെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ലെങ്ത്തിൽ ലൈനിങ് പീസ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിലാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണത് കേട്ടോ. ഈ 3/4 ഇഞ്ച് വിട്ടിട്ട് ആ ലൈൻ വരച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പോർഷൻ വെക്കുക. അതിനുശേഷം അതിലേക്ക് ഷോൾഡറാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആം ഹോൾ എത്രയാണെന്ന് വെച്ചെങ്കിൽ അത് മാർക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ യോക്ക് ലെങ്ത്ത്, ചെസ്റ്റ്, വേസ്റ്റ് ഈ 3 അളവുകളാണ് നമുക്കിതിൽ വരുന്നുള്ളൂ. അതായത് യോക്ക് പോർഷനിൽ നമുക്ക് ഈ 3 അളവ് വരുള്ളൂ. ഹിപ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, കാരണം വേസ്റ്റ് വരൽ വരുന്നുള്ളൂ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിന് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി യോക്ക് ലെങ്ത്ത് എത്ര വേണ്ടിച്ചെങ്കിൽ അത് നോക്കിയിട്ട് അവിടെ ആ ഒരു ഭാഗത്ത് വേസ്റ്റ് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഇതും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആം റൗണ്ട് വരയ്ക്കുക. ഞാനൊരു ഇത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആം റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് പിന്നെ ആം റൗണ്ട് കറക്റ്റില്ലെന്ന് അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നെക്ക് നമ്മളിതിൽ അല്ല വേറെ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി മാർക്ക് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ലൈൻ ഉണ്ടല്ലോ, തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നെക്ക് ജസ്റ്റ് അളവെടുത്തിട്ട് ഞാൻ അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ആം ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചെയ്യുക. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് സാറ്റൺ വേണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് ബാക്ക് പോർഷൻ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണുള്ളൂ. ആ ഒരു ഇത് പിന്നെ കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്യണില്ല. അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ഈ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്ക് സൈഡും 2 ഭാഗം സാറ്റൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആം റൗണ്ട് എത്ര വരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ സ്ലീവ് സാറ്റണിൽ കട്ട് ചെയ്യണം. സ്ലീവിന് കോട്ടൺ ലൈനിങ് വെക്കണില്ല, വെറും സാറ്റൺ മാത്രമാണ്. സാറ്റണും അതേപോലെ തന്നെ വർക്ക് മെറ്റീരിയലും വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്യണത്. അപ്പോൾ സ്ലീവിന് ഇതുപോലെ 4ആക്കി മടക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയൊരു ഇത് തന്നെയാണ് മൊത്തം ആ മെറ്റീരിയലിൽ തന്നെ ഇതാക്കുന്നത്. തന്നെ സ്ലീവും കൂടി കട്ട് ചെയ്തതിൻ്റെ ശേഷം ബാലൻസ് ഉള്ള പീസ് മൊത്തമായിട്ട് അമ്പർലയായിട്ട് സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക ഫസ്റ്റ്, ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തു നിന്ന് ഒരു ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ കുഴിച്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കുഴിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ഒന്ന് കട്ടിങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിതിൽ പറയണില്ല കേട്ടോ. അപ്പോൾ സ്ലീവ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്യുക. അതിന് ശേഷം പിന്നെ ഇനി നമുക്ക് മെയിൻ പീസിൽ വെച്ചിട്ടും സ്ലീവ് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഈ വർക്കുള്ള ഭാഗം സ്ലീവിന് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ലീവ് ഇന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം ബാലൻസ് പീസ് യോക്ക് പോർഷന് മോൾ ഭാഗം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ശേഷം ബാലൻസ് എല്ലാ പീസും എടുത്തിട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം യോക്കിൻ്റെ അടിഭാഗത്തുനിന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ലീവ് എത്രയാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നെറ്റിലും അതേപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക.
ശേഷം സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗം പീസ് ബാലൻസ് ഉള്ളത് വെച്ചിട്ട് നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റും ചേട്ടൻ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ യോക്ക് പോർഷനും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണുള്ളൂ. ആ ഒരു ഷേപ്പ് വെച്ചിട്ട് വെറുതെ കട്ട് ചെയ്തെടുക്കണുള്ളൂ. പിന്നെ ബാലൻസ് ഉള്ള പീസ് മൊത്തമായിട്ട് നമ്മൾ നാലാക്കി മടക്കിയിട്ട് അതിൻ്റെ ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടിഭാഗത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് സ്കാലപ്പും കാര്യങ്ങളൊക്കെ അടിയിൽ ഓൾറെഡി വരുന്ന കാരണം കൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് പീസ് വെട്ടി മാറ്റി കളയുക ചെയ്യുന്നത്. എന്നിട്ടത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് ഓപ്പണൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക്, മൊത്തമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സൈഡ് നമ്മൾ സ്ലീവ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഏകദേശം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിനി നെക്കാട്ടോ കട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്ക് ക്യാൻവാസിലാണ് ഞാൻ ചെയ്യണത്. ഫ്രണ്ട് നെക്ക് മാത്രം ക്യാൻവാസിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ വി നെക്കാണ് ചെയ്യണത്. സിമ്പിളായിട്ടുള്ള നെക്ക് മതി പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ലേസും അറ്റാച്ച് ചെയ്യണം. വി നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, ക്യാൻവാസ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്തു. എനിക്കിവിടെ 2.25 മതി. പിന്നെ അതേപോലെ തന്നെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ബോക്സ് പോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊരു വി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അത് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഇത് വരക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വി നെക്ക് ഇങ്ങനെ ഇടുങ്ങിയ പോലെ ഉണ്ടാവില്ല, ചിലവർക്ക് വി സ്ട്രെയിറ്റ് ആയിട്ട് ഇതാക്കുമ്പോൾ ഒരു ഇടുക്കം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ, കുറച്ചൊരു ഇതുണ്ടാവും വി ആണെങ്കിലും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ലൈനിങ്ങിൽ തന്നെ അറ്റാച്ച് ചെയ്യണത്. ഇത് ലൈനിങ്ങിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ട് അങ്ങനെ ബോഡി പാർട്ടിൽ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡും മാർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡ് പിന്നെ ഞാൻ ഇതിൽ തന്നെയാണ് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് എത്രയാണോ ലെങ്ത്തും വിഡ്ത്തും വേണ്ടത് ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് അതും കട്ട് ചെയ്ത് മാറ്റിട്ടോ. പിന്നെ സിബ് വെക്കാനുള്ള ഒരു പോർഷൻ ഞാൻ ആ ഒരു സമയത്തേ കട്ട് ചെയ്യണുള്ളൂ. ഇപ്പോൾ കട്ട് ചെയ്യണില്ല, സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ട് കട്ട് ചെയ്യണുള്ളൂ. ഇനി അടിഭാഗത്തേക്കുള്ള അമ്പർല കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ എത്രയാണോ അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം എത്ര വരുന്നത് വെച്ചെങ്കിൽ അത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം പിന്നെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് വെച്ചെങ്കിൽ അത് മാർക്ക് ചെയ്യുക. എന്തായാലും ജോയിൻറ്റ് വരും, കാരണം ഹൈറ്റുള്ള ഒരാളായ കുട്ടിയായ കാരണം കൊണ്ട് ജോയിൻ്റ് അടിയിലേക്ക് എന്തായാലും വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ജോയിൻറ്റ് ചെയ്യാനുള്ള പീസ് ആ മെറ്റീരിയലിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ അതും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതേ അളവിൽ തന്നെ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും നമുക്കത്. അപ്പോൾ അതും അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊക്കെ ഇതാക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഷിഫ്റ്റ് നെറ്റും യൂസ് ചെയ്യണം മറ്റും, കാരണം പൊന്തി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് നെറ്റും ഇതുപോലെ ഞാൻ അമ്പറിലാക്കിയിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ ഷിഫ്റ്റ് നെറ്റിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് അമ്പറിലിട്ട് കട്ട് ചെയ്യുക. ഷിഫ്റ്റ് നെറ്റിൻ്റെ അടിഭാഗത്ത് നല്ലോണം ജോയിൻറ്റ് വരും, പക്ഷേ അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണം. ഫ്രില്ലിട്ട് കൊടുക്കുക വിചാരിച്ചപ്പോൾ അത് അതിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ അമ്പറിലായിട്ട് കട്ട് ചെയ്യുക തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അമ്പറിലായിട്ട് തന്നെ ഷിഫ്റ്റ് നെറ്റും കട്ട് ചെയ്യണത്. കോട്ടൺ ലൈനിങ് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലിട്ട് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്യണം. വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ബോഡി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കോട്ടൺ ലൈനിങ് ഭയങ്കര വിട്ട് കുറവുള്ളതാണ്, കാരണം കസ്റ്റമർ തന്നെയാണ് നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്നുണ്ടായിരുന്നു, നമ്മൾ എടുത്തതല്ല. അപ്പോൾ ഷിഫ്റ്റ് നെറ്റും കോട്ടൺ ലൈനിങ്ങും എല്ലാവരും കൊടുക്കുന്നതെന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ലൈനിങ് നല്ലോണം വിട്ട് കുറഞ്ഞിട്ടുള്ള ലൈനിങ്ങാണ്. അപ്പോൾ അത് അമ്പറിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, കുറച്ചുള്ളൂ ലൈനിങ്ങും ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യണത്. അപ്പോൾ കട്ടിങ് എത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്യാം.